എന്തൊക്കെ പറഞ്ഞാലും നിഖിലണ്ണന്റെ എസ് എ റൈറ്റിംഗ് സ്കില്ലിനെ ഞാൻ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവസാനം അണ്ണൻ ഭയങ്കര വികാരാധീനനായിട്ട് തന്നെ ആരാധകരുടെ വികാരത്തിനെ മുഴുവൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂടകൾ അണ്ണനെ എടുത്ത് തല വെച്ചുകൊണ്ട് നടക്കും. അണ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇമോഷനെ നല്ല രീതിയിൽ ടച്ച് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് നിഖിലണ്ണൻ എസ് എ അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ലാഭമൊന്നുമില്ല, ഞങ്ങൾ ലാഭം വെച്ചിട്ടൊന്നുമല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒരു ക്ലബിനും ലാഭം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിശ്വാസം നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ലാഭം കൊയ്യാൻ നിൽക്കുന്നവരാണ്, ഞങ്ങൾക്ക് ബിസിനസ് മൈൻഡാണ് എന്നൊന്നും പറയരുത്. സത്യമാണ്, ISLലെ ഒരു ക്ലബിനും ലാഭമില്ല. പക്ഷേ മറ്റു ക്ലബിൻ്റെ ഓണേഴ്സിന് അവരുടെ ക്ലബിനോടും ബാഡ്ജിനോടും ആരാധകരോടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വാക്കുകളിലല്ലാതെ വേറെ എന്തിനകത്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇപ്പോഴും ആ പോയിന്റിൽ സ്റ്റാബ് ചെയ്ത് തന്നെ നിൽക്കുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഓണറായിട്ടുള്ള ജോൺ അബ്രഹാമിൻ്റെ വാക്കുകൾ കേട്ടാൽ ആ മനുഷ്യൻ ആ ക്ലബിനോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നും നിഖിലണ്ണൻ്റെ വൈകാരികമായിട്ടുള്ള എസ്സേ വായിച്ചു കഴിഞ്ഞാൽ അണ്ണൻ ആരാധകരോട് കാണിക്കുന്ന സമീപനം എന്താണെന്നും മനസ്സിലാവും. ഈ തീർന്നിട്ടില്ല. അണ്ണൻ പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം, ഞങ്ങൾ ക്രാവിൻസിൻ്റെ ചിപ്സ് ആയാലും ഗോലി സോഡ ആയാലും വിൽക്കുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിന് മല മറിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. ക്ലബിൻ്റെ ഒരു റവന്യൂ മോഡലും എക്കോ സിസ്റ്റം ഒക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ റവന്യൂ മോഡലും എക്കോ സിസ്റ്റം വളർത്തിയെടുക്കുന്നത് മാങ്ങ പറിക്കാനും ചേന പുഴുങ്ങാനും ഒന്നും അല്ലല്ലോ. അൾട്ടിമേറ്റ്ലി ലാഭം വെച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇറക്കിയേക്കുന്നത് എന്നുള്ള കാര്യം നമുക്കും എല്ലാവർക്കും അറിയാം. റവന്യൂ മോഡൽസും മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ അല്ലല്ലോ. ഞങ്ങളുടെ ലാഭം മുഴുവൻ, ഞങ്ങൾക്ക് ടിക്കറ്റ് റവന്യൂവിലും മറ്റും കിട്ടുന്ന ലാഭം നിങ്ങൾ ഈ ക്ലബിന് തന്നെയാണ് ചിലവഴിക്കുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ ക്ലബ്ബിൽ തന്നെയാണ് ചിലവഴിക്കുന്നത്, അല്ലെന്ന് നിങ്ങളാരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം ഈ ക്ലബ്ബിലോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഇത് ലോങ് റണ്ണിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. ബ്രേക്ക് ഇവൻ പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനം കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന സാധനമാണ്. മറ്റ് ക്ലബ്ബുകളെല്ലാം ഭീമമായിട്ടുള്ള നഷ്ടം സഹിക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര ഭീമമായിട്ടുള്ള നഷ്ടം സഹിക്കുന്നില്ല. ഇത് ഇൻ കോഴ്സ് ഓഫ് ടൈം ലാഭത്തിലാവും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് വിപണന മാതൃകകൾ ഒരുപാട് തുറന്നിടുന്നുണ്ട്. ഇത് ക്ലബിൻ്റെ എക്കോസിസ്റ്റം വർദ്ധിപ്പിക്കാനാണ്, റവന്യൂ മോഡൽ വർദ്ധിപ്പിക്കാനാണ് എന്നൊക്കെ പറയുന്നത്. ഈ റവന്യൂ മോഡൽ വർദ്ധിപ്പിക്കുന്ന അൾട്ടിമേറ്റ്ലി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്ലേയേഴ്സിനെ വിൽക്കുന്ന പൈസ ഞങ്ങൾ ക്ലബ്ബിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പ്ലേയേഴ്സിനെ വിൽക്കുന്ന പൈസ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നതല്ല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല. പിന്നെയാണ് എൻ്റെ ഏറ്റവും വൈകാരികമായിട്ടുള്ള സാധനം, ഈ ഫുട്ബോളിന് ജാതിയില്ല, മതമില്ല, വർഗ്ഗമില്ല, വർണ്ണമില്ല, മറ്റ് ഭേദങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഫുട്ബോളിനെ വാനോളം പുകഴ്ത്തുന്ന ആളുകൾ മറ്റ് സംസ്ഥാനത്ത് നിന്ന് വന്നവരാണ്, ഞങ്ങൾ കേരളത്തിന് പുറത്തുള്ളവരാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നു. ഞാൻ സ്വയം വിശ്വസിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും പിന്നെ ഇവരുടെ അടിമപ്പടയും ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള യൂട്യൂബർ ഞാനാണെന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. ഞാൻ ഇതുവരെയും അവർ വേറൊരു സംസ്ഥാനത്ത് നിന്ന് വന്നവരാണ്, അവരുടെ സംസ്ഥാനത്തിൻ്റെ സ്പിരിറ്റാണ് എന്നൊന്നും പറഞ്ഞ് കളിയാക്കിയതായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടില്ല അവർ വേറൊരു സംസ്ഥാനത്ത് നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെയും അവരെ പുച്ഛിച്ചിട്ടില്ല. ഞാൻ മാത്രമല്ല ഭൂരിഭാഗം ആളുകളും. ഇതൊന്ന് സിമ്പതി സീക്കിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സാധനം എടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ സംസ്ഥാനത്ത് നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആരാധകരെല്ലാം ഒരുമിച്ച് നിൽക്കും, അണ്ണനോട് അനുഭാവം പ്രകടിപ്പിക്കും എന്നൊക്കെയാണ് വിശ്വാസമെങ്കിലും ആയിക്കൊള്ളൂ. അത് അണ്ണൻ്റെ സ്ട്രാറ്റജി ആയിരിക്കാം, അണ്ണൻ്റെ ട്രംപ് കാർഡ് ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അണ്ണൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് പുള്ളിക്ക് എസ്സേ എഴുതി ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ എസ്സേ എഴുതി മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം. പല ഡയലോഗുകളിലൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളുടെ തലയിലാണ് തെറ്റെന്ന് നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആളുകളെ നമ്മൾ റിയൽ ലൈഫിലും ഒരുപാട് തവണ കാണാറുണ്ട്. ആ പറഞ്ഞ സാധനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ 2017 മാത്രമാണ് ഈ ഒരു ടീമിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തത്. ഞങ്ങൾ എടുത്തതിന് ശേഷം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഞാൻ ഫുട്ബോൾ ഡയറക്ടറായിട്ട് ഫുട്ബോൾ ഹെഡായിട്ട് ചുമതല ഏറ്റിട്ടും അധിക സമയമൊന്നും ആയിട്ടില്ല. ഞങ്ങളുടെ കയ്യിലെത്തിയ ശേഷം നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ 10 വർഷത്തെ ചരിത്രം പറയുന്ന ഒരു ക്ലബിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം അറിയാത്തവരാണ്. ഈ 10 വർഷത്തെ ചരിത്രത്തിൽ ഈ 10 വർഷം ഞങ്ങളുടെ കയ്യിലല്ല, 2017 മുതലാണ് ഞങ്ങളുടെ കയ്യിലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പൂടകൾക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ ക്ലബ്ബ് ഏറ്റെടുത്തിട്ട് 10 വർഷമൊന്നും ആയില്ല, ഞങ്ങളുടെ മാഗ്നം കൺസോഷ്യം വന്നിട്ട് അധികം സമയമൊന്നും ആയില്ല, ഞങ്ങൾക്ക് ഭാവിയിൽ മാഗ്നം കൺസോഷ്യം അല്ല, ആരായാലും കിരീടം നേടിത്തരണം എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആരാധകർ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ കണക്ക് പറയുന്നുണ്ടല്ലോ 2017 മുമ്പ് എന്തായിരുന്നു എന്ന്. 2017 മുമ്പ് 3 സീസണുകളുണ്ടായിരുന്നു. ആ 3 സീസണുകളിൽ 2 ഫൈനലിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ സീസണിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒന്നാമത്തെ സീസണിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ട് ഈ ഒരു ക്ലബ്ബ് രൂപീകരിക്കപ്പെടുന്നു. വളരെ മികച്ച രീതിയിൽ നമ്മൾ ഫൈനലിലേക്ക് അണ്ടർഡോഗ്സിനെ പോലെ പെർഫോം ചെയ്ത് കയറി വരുന്നു. ദൗർഭാഗ്യവശാൽ നമുക്ക് ആ ഫൈനലിൽ പരാജയപ്പെടേണ്ടി വരുന്നു. രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും
ആദ്യത്തെ സീസണിൽ നമ്മുടെ ആ സീസണുകളിലെല്ലാം ആരാധകരുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് ടീമിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സും റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആദ്യത്തെ സീസണിൽ നമ്മൾ ഗോളുകൾ അടിക്കുന്നില്ലായിരുന്നു, ഡിഫൻസിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ടീമായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ സീസണിൽ അറ്റാക്ക് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൻഡേഴ്സിൽ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കി പ്ലെയറായിട്ട് നമ്മൾ കാർലോസ് മർച്ചേന എന്ന് പറയുന്ന ഒരു സ്പാനിഷ് പ്ലെയറിനെ കൊണ്ടുവരാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ചില പ്രശ്നങ്ങൾ മൂലം മർച്ചേന ഇവിടെ വരാതിരിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സൈനിങ് അവിടെ പാളിപ്പോവുകയും ചെയ്തു. പിന്നെ ക്രിസ് ഡാഗ്നൽ, അന്റോണിയോ ജർമൻ തുടങ്ങിയ മികച്ച താരങ്ങളെ സ്ട്രൈക്കേഴ്സിനെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ നമുക്ക് ആ ഒരു സീസണിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും ആദ്യ 3 സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കാൻ പറ്റിയ സീസൺ അതായിരുന്നു. ക്രിസ് ഡാഗ്നർ ഉണ്ടായിരുന്നു, മുഹമ്മദ് റാഫി ഉണ്ടായിരുന്നു. സ്ട്രൈക്കിംഗ് സോൺ വളരെ മികച്ചതായിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ മൂലം ബ്ലാസ്റ്റേഴ്സിന് ആ സീസണിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. മൂന്നാമത്തെ സീസണിലും ഫൈനലിൽ വന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ട് ത്രസിപ്പിച്ച ഒരു സീസണായിരുന്നു മൂന്നാമത്തെ സീസൺ. ഇതിന് മുമ്പുള്ള ഓണേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ മുമ്പുള്ള ഓണേഴ്സ് 3 സീസണുകളിൽ 2 എണ്ണം നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകൾ വന്നതാണ്. പിന്നീട് വരുന്ന സീസണുകളിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വേണ്ടി ആരാധകരുടെ വികാരം ഉൾക്കൊണ്ടാണ് അവർ സൈനിങ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മാനേജ്മെന്റിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തേണ്ട ആവശ്യം ആരാധകർക്കുണ്ടായിരുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ വന്നിട്ട് എന്തൊക്കെ മലമറിക്കുന്നതായിട്ടാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്, ഫുട്ബോൾ ഈ ക്ലബ്ബുമായിട്ട് ലിങ്ക് ചെയ്യാമെന്ന ആരെയും ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിട്ടിട്ടില്ല. ഞങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ പാവങ്ങളെ മാത്രം വിശ്വസിപ്പിച്ച് നിർത്തുക. അടിമപ്പട അത് വിശ്വസിക്കുമായിരിക്കും, മറ്റുള്ളവരത് വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ സ്റ്റേക്സ് വാങ്ങിക്കാൻ വരുന്നവരോട് പറയുന്ന ഡിമാൻഡുകളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പുറത്തു വന്ന വാർത്തകൾ തന്നെ ധാരാളമാണ്. പിന്നെ നിങ്ങളുടെ പടയിലുള്ള ആളുകൾക്ക് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് എന്ന് അറിയില്ല. നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും മോശമായിട്ട് പറയുന്നില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ, ആരാധകരുടെ വികാരം ഉൾക്കൊണ്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, ഈ ആരാധകർ തന്നെ ഇപ്പോൾ തെറി വിളിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വി ആർ പാഷനേറ്റ് ലോയൽ ഫാൻസ് ഡിസേർവ് ബെറ്റർ. അതാണ് സത്യം. ഞങ്ങൾ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള ഒരു സമീപനം മാനേജ്മെൻറ്റിൽ നിന്നും അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തുറന്ന സത്യമാണ്. അത് ഞങ്ങൾ ആർജവത്തോടെ എന്നും പറയും. എത്ര ഇമോഷണൽ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാലും ഇത് ആത്മാർത്ഥമായിട്ട് പറയുന്ന ഡയലോഗുകളാണോ എന്ന് വരെ സംശയമുണ്ട്. കാരണം ആദ്യം നിങ്ങൾ റൂമറുകളെക്കുറിച്ചും വിമർശിക്കുന്നവരെക്കുറിച്ചും കുത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ന്യായീകരണങ്ങൾ സ്ട്രൈക്കർ സൈനിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് നടത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റും ബിസിനസ് മോട്ടീവ്സും ഇതിനകത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ 2017 ശേഷമാണ് ക്ലബ്ബ് മെച്ചപ്പെട്ടത് എന്ന തരത്തിലൊരു ധ്വനി, അല്ലെങ്കിൽ 2017 മുമ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. 10 വർഷമായിട്ട് കിരീടം ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തത് 2017 അതിനുശേഷം മികച്ചതാണ് എന്ന് പറയുമ്പം നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ മനോഹരമായിട്ടുള്ള, ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓർമ്മയിൽ സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നത് മൂന്നാമത്തെ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ISL മൂന്നാമത്തെ സീസണിൽ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഇടം പിടിച്ചിരിക്കുന്നത്. സ്റ്റീവ് കൊപ്പലും സെഡ്രിക് ഹെമ്പത്തും ആരൺ ഹ്യൂസും എല്ലാവരും കൂടി ചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കിയെടുത്ത അക്സെപ്റ്റൻസിൻ്റെ ബലത്തിലാണ് ഇപ്പോഴും ആരാധകർ നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മൈൽ സ്റ്റോൺ സ്ഥാപിക്കപ്പെട്ടത് അവിടെയാണ്, അല്ലെങ്കിൽ ഫൗണ്ടിങ് സ്റ്റോൺ, കോർണർ സ്റ്റോൺ അവിടെയാണ്. അത് മാഗ്നം കൺസോർഷ്യം വരുന്നതിന് മുമ്പുള്ളതാണ്. നിങ്ങൾ വന്നതിന് ശേഷമല്ല ഞങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടായത്. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അതൊന്നും നിങ്ങളുടെ ഒരു എസ്സേ എഴുതുമ്പം വൈകാരികമായിട്ട് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും അനുസരിച്ച് മാത്രം ചിന്തിക്കുന്ന അടിമപ്പടയ്ക്കൊഴികെ ബാക്കിയുള്ളവർക്കത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തന്നെ പറ, 2013 സ്റ്റീവ് കോപ്പലിൻ്റെ സീസണോളം വൈകാരികമായിട്ട് നിങ്ങളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവാൻ വുക്കോമനോവിച്ച് എന്ന ഒറ്റ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യനും ഇവിടെ തലകുനിച്ചിറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. സോ നിങ്ങളുടെ എസ്സേ റൈറ്റിംഗ് സ്കില്ലിന് ഒരുപാട് അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു സംഭവം തോന്നി. പിന്നെ 2017 ശേഷമാണ്, 2017 മുമ്പ് എന്താണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനെക്കാട്ടി മികച്ച മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. സോ ഇത് പലർക്കും ദേഷ്യം തോന്നുന്നുണ്ടായിരിക്കും, വിരോധം തോന്നുന്നുണ്ടായിരിക്കാം. ബട്ട് നൗ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. യോജിക്കേണ്ടവർക്ക് യോജിക്കാം, പൊങ്കാലയിടേണ്ടവർക്ക് പൊങ്കാലയിടാം. നിങ്ങളുടെ പൊങ്കാല കമൻറ്റുകൾ കാണാൻ ആഗ്രഹിക്കുന്നു. സോ നിങ്ങളുടെ ലൈക്കോ ഷെയറോ സബ്സ്ക്രിപ്ഷനോ ഒന്നും വേണ്ട, നിങ്ങളുടെ കമൻറ്റ് വേണം. താങ്ക് യു വെരി മച്ച്.